വീർ സവർക്കറെ അപമാനിച്ച് വീണ്ടും കോൺഗ്രസ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കോളേജിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് NSUAയുടെ ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രണ്ട് പുതിയ കോളേജുകൾക്ക് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാൻ പോകുകയാണ്. അതാണിപ്പോൾ അനാവശ്യ വിവാദമുണ്ടാക്കാൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയും ശ്രമിക്കുന്നത്. ഈ രണ്ട് കോളേജുകളുടെ പേരുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു ധാരണയായിരുന്നു. ഒന്ന്, വീർ സവർക്കറിന്റെ പേരാണ് നിജഫ്ഗഡിലെ കോളേജിന്, ഇന്ന് തറക്കല്ലിടുന്ന കോളേജിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കോളേജ് വെസ്റ്റ് ഡൽഹിയിൽ ഇന്ന് തറക്കല്ലിടുന്നത്, അതിൻ്റെ പേര് മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവും ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ സുഷമ സ്വരാജിൻ്റെ പേരാണ്. അങ്ങനെ ഈ രണ്ട് കോളേജുകൾക്കും ഏത് പേര് നൽകണമെന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയും തമ്മിലൊരു ധാരണയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി ഈ രണ്ട് കോളേജുകളുടെ തറക്കല്ലിടൽ കർമ്മം കൂടി നിർവഹിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയച്ചിരുന്നു. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഈ വീർ സവർക്കറിന്റെ പേര് മാറ്റി അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകണം എന്നുള്ളതാണ്. മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പുരോഗതിക്കായി നിരവധി കാര്യങ്ങൾ ചെയ്ത പ്രധാനമന്ത്രിയാണ്. അതിനാൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് VD സവർക്കറുടെ പേര് മാറ്റി അവിടെ മൻമോഹൻ സിംഗിന്റെ പേര് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ NSUA ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത്. എന്തായാലും ഇതിപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ്. കാരണം VD സവർക്കറെ ഇതാദ്യമായല്ല കോൺഗ്രസ് അപമാനിക്കുന്നത്. തുടർച്ചയായി VD സവർക്കറെയും അതുപോലെ തന്നെ BR അംബേദ്കറെയും സർദാർ വല്ലഭഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ സംഘർഷം പോലും രൂപപ്പെട്ടത് BR അംബേദ്കറിൻ്റെയൊക്കെ പേരിലായിരുന്നു. അങ്ങനെ BJP ഒരു ഭാഗത്ത് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും VD സവർക്കറുടെ പേര് നൽകിയതിനെ വിമർശിക്കുകയും അവിടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. അനു, ശരി ഗൗതം.